എല്ലാവർക്കും എൻ്റെ യൂട്യൂബ് ചാനലിലേക്ക് സ്വാഗതം. ഇന്നത്തെ വീഡിയോ എപ്സന്റെ ആൾ-ഇൻ-വൺ ഇങ്ക് ടാങ്ക് കളർ പ്രിന്ററായ എപ്സൺ L3215 എന്ന പ്രിന്ററിന്റെ അൺബോക്സിങ്ങും ഫസ്റ്റ് സെറ്റപ്പ് എല്ലാം ഉള്ള ഒരു ഫുൾ വീഡിയോ ആണ് നിങ്ങൾക്ക് പരിചയപ്പെടുത്തി തരുന്നത്. വീഡിയോ കാണുമ്പോൾ എൻ്റെ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക, ഷെയർ ചെയ്യുക. അപ്പോൾ നേരെ വീഡിയോയിലോട്ട് പോകാം. ഒരു കാര്യം പ്രത്യേകം ശ്രദ്ധിക്കുക, പ്രിൻ്റർ വാങ്ങിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ നിങ്ങൾ അടുത്തുള്ള എപ്സൻ്റെ ഓതറൈസ്ഡ് സർവീസ് സെൻറ്ററിൽ വിളിച്ച് നിങ്ങൾ ഇൻസ്റ്റാളേഷൻ ബുക്ക് ചെയ്യണം, അല്ലെങ്കിൽ ഈ പ്രിൻ്റർ രജിസ്റ്റർ ചെയ്യണം. അവർ എഞ്ചിനീയർ വന്നിട്ട് നിങ്ങൾക്ക് ഫ്രീ ആയിട്ട് ഇൻസ്റ്റാളേഷനും ഡെമോൺസ്ട്രേഷനും എല്ലാം കാണിച്ചു തരുന്നതാണ്. എങ്കിൽ മാത്രമേ കറക്റ്റ് വാറൻറ്റി കാര്യങ്ങളെല്ലാം കിട്ടുകയുള്ളൂ. ആ കാര്യം പ്രത്യേകം ശ്രദ്ധിക്കണം. ഇവിടെ ഒരു ഇമ്പോർട്ടൻ്റ് നോട്ടീസ് കൊടുത്തിട്ട് കാണാൻ കഴിയും. നിങ്ങൾ ആ ഡോക്യുമെൻ്റ് ഒന്ന് റീഡ് ചെയ്ത് നോക്കുന്നത് നല്ലതാണ് എന്ന് പറഞ്ഞിട്ടുള്ള ഒരു നോട്ടീസാണത്. അപ്പോൾ ബോക്സ് ഓപ്പൺ ചെയ്യുന്ന സമയത്ത് നമുക്കിവിടെ ഫസ്റ്റ് തന്നെ പ്രിൻ്ററിൻ്റെ പവർ കേബിൾ കാണാം. പ്രിൻ്ററിലേക്ക് പവർ എത്തിക്കുന്ന കേബിളാണ് ഈ കാണുന്നത്. ഈ തെർമോകോൾ പീസ് നമുക്ക് ഒഴിവാക്കാം, അത് ഒഴിവാക്കി. പിന്നെ ഈ കാണുന്നത് ഇങ്കിൻ്റെ സെറ്റാണ്. 4 ഇങ്ക് ബോട്ടിൽ കൂടെ വരുന്നുണ്ട്. പിന്നെ ഇത് യൂസർ മാനുവൽ ഡ്രൈവർ സൈഡിൽ ഉള്ളൊരു കിറ്റാണ് വന്നിട്ടുള്ളത്. അത് റീഡ് ചെയ്ത് നോക്കുന്നത് നല്ലതാണ്. ഈ തെർമോകോൾ പീസ് നമ്മൾ ഒഴിവാക്കി. ഇനി നമുക്ക് പ്രിൻ്റർ ബോക്സിൽ നിന്ന് പുറത്തോട്ട് എടുക്കാം. അപ്പോൾ താഴെ നമുക്ക് പ്രിൻ്ററിൻ്റെ USB കേബിൾ കാണാൻ കഴിയും. അപ്പോൾ കവർ ഞാൻ റിമൂവ് ചെയ്തു. ഇനി നെക്സ്റ്റ് സ്റ്റെപ്പ് പറഞ്ഞു കഴിഞ്ഞാൽ ഈ കാണുന്ന കംപ്ലീറ്റ് ബ്ലൂ സ്റ്റിക്കർ റിമൂവ് ചെയ്യണം. പ്രത്യേകം ശ്രദ്ധിക്കുക, ഈ സമയത്ത് പ്രിൻ്റർ ഓൺ ചെയ്യാൻ പാടില്ല. ആ കാര്യം പ്രത്യേകം ശ്രദ്ധിക്കണം. അപ്പോൾ ഞാൻ 1 by 1 ആയിട്ട് ഈ സ്റ്റിക്കർ റിമൂവ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ഒന്ന് വെയിറ്റ് ചെയ്യണം. ഞാൻ ആദ്യം പറഞ്ഞ പോലെ, വീഡിയോൻ്റെ തുടക്കത്തിൽ പറഞ്ഞ പോലെ തന്നെ, നിങ്ങൾ പ്രിൻ്റർ വാങ്ങിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ നിർബന്ധമായും എപ്സൻ്റെ അടുത്തുള്ള ഓതറൈസ്ഡ് സർവീസ് സെൻറ്ററിൽ വിളിച്ച് നിങ്ങൾ ഇൻസ്റ്റാളേഷൻ ബുക്ക് ചെയ്യണം. അല്ലെങ്കിൽ ടോൾ ഫ്രീ നമ്പർ ഉണ്ടാവും. ഗൂഗിളിൽ സെർച്ച് ചെയ്ത എപ്സൻ്റെ ടോൾ ഫ്രീ നമ്പർ കിട്ടും. അതിൽ വിളിച്ച് നിങ്ങൾ ബുക്ക് ചെയ്ത് അവർ എഞ്ചിനീയർ വന്നാണ്ട് ഫ്രീ ആയിട്ട് അൺബോക്സും സെറ്റപ്പ് എല്ലാം ചെയ്ത് തരും. എങ്കിൽ മാത്രമേ കറക്റ്റ് വാറൻറ്റി കാര്യങ്ങളെല്ലാം കിട്ടുകയുള്ളൂ. മറിച്ച് നിങ്ങൾ സ്വയം ചെയ്യുന്ന സമയത്ത് എന്തെങ്കിലും പ്രശ്നം ഉണ്ടായി കഴിഞ്ഞാൽ വാറൻറ്റി കിട്ടില്ല. ആ കാര്യം പ്രത്യേകം ശ്രദ്ധിക്കുക. അപ്പോൾ നമ്മൾ സ്റ്റിക്കർ ഏകദേശം റിമൂവ് ചെയ്യുന്നത് ഏകദേശം കംപ്ലീറ്റ് ആവാനായിട്ടുണ്ട്. കുറച്ചുകൂടി ഉണ്ട്, ഒന്ന് വെയിറ്റ് ചെയ്യണം. അപ്പോൾ ഏകദേശം ആ സ്റ്റിക്കർ റിമൂവ് ചെയ്യൽ കഴിഞ്ഞിട്ടുണ്ട്. ഇനി നെക്സ്റ്റ് സ്റ്റെപ്പ് ഇങ്ക് ഫില്ല് ചെയ്യുക എന്നുള്ളതാണ്. കണ്ടില്ല, നമുക്ക് പ്രിൻ്ററിൻ്റെ കൂടെ 4 ബോട്ടിൽ കിട്ടിയിട്ടുണ്ട്. ആ 4 ബോട്ടിലും അതിൻ്റേതായ ടാങ്കിലേക്ക് മാത്രമേ ഫില്ല് ചെയ്യാൻ പാടുള്ളൂ. അപ്പോൾ ആ കാര്യം പ്രത്യേകം ശ്രദ്ധിക്കണം. അപ്പം ഇതാണ് ടാങ്ക് വരുന്നത്. ഫ്രണ്ടിൽ റൈറ്റ് സൈഡിലായിട്ടാണ് ടാങ്ക് വരുന്നത്. 4 ബോട്ടിലും കൂടെ കിട്ടിയിട്ടുണ്ട്. നമുക്ക് ഈ കവറിൽ നിന്ന് ഈ ബോട്ടിൽ പുറത്തോട്ട് എടുക്കാം. ഓരോരോ കളർ കോഡുകളായ്മ കൊടുത്തിട്ടുണ്ടാകുന്നത് നമുക്ക് കാണാൻ കഴിയും. സിയാന്, മജന്ത, യെല്ലോ, ബ്ലാക്ക് എന്നീ 4 കളറുകളാണ് വരുന്നത്. പ്രത്യേകം ശ്രദ്ധിക്കുക, ഇതിന് 003 സീരീസ് ഇങ്ക് കോഡാണ് ഈ മോഡൽ പ്രിൻ്ററിന് ഇങ്ക് വരുന്നത്. ഇപ്പോൾ നമ്മൾ വാങ്ങുന്ന സമയത്തും 003 സീരീസ് ഇങ്ക് മാത്രമേ ഇവിടെ വാങ്ങാൻ പാടുള്ളൂ. ടാങ്ക് ഓപ്പൺ ചെയ്യുന്ന സമയത്ത് നമുക്കിവിടെ കൊടുത്തതായിട്ട് കാണാൻ കഴിയും 003 സീരീസ് ഇങ്കാണ്. അതിൻ്റെ താഴെ ഓരോരോ ടാങ്കിൻ്റെയും അതിനനുസരിച്ചുള്ള കളർ കോഡുകൾ കൊടുത്തിട്ടുണ്ട്. അപ്പോൾ അതിൻ്റേതായ ബോട്ടിൽ എടുത്തുകൊണ്ട് മാത്രം അതിലേക്ക് ഫില്ല് ചെയ്യുക. ഞാനിപ്പോൾ ആദ്യം സിയാൻ്റെ ബോട്ടിലെടുത്തു. സിയാൻ്റെ ടാങ്ക് ഓപ്പൺ ചെയ്തതിന് ശേഷം ബോട്ടിൽ ഇതേപോലെ ജസ്റ്റ് ഒന്ന് ഇതിലേക്ക് ഇൻസേർട്ട് ചെയ്ത് വെക്കുക. സിമ്പിളാണ്. അപ്പോൾ ഓട്ടോമാറ്റിക് ഇങ്ക് ഫില്ലാവുന്നത് നമുക്ക് കാണാൻ കഴിയും. കണ്ടില്ലേ, ഇങ്ക് ഫില്ലാവുന്ന ഭാഗത്ത് ഒരു ഡാർക്ക് ഷെയ്ഡിങ് വരുന്നത് കാണാൻ കഴിയും. അപ്പോൾ ഓട്ടോമാറ്റിക്കാണ് ഫില്ല് ആവുന്നത്. കുറച്ച് നേരം വെയിറ്റ് ചെയ്തതുകൊണ്ട് നമുക്ക് സിയാന് ഫില്ലായിട്ടുണ്ട്. അപ്പോൾ ആ ബോട്ടിൽ ജസ്റ്റ് ഒന്ന് റിമൂവ് ചെയ്യുക. ഫസ്റ്റ് ടൈം ആയതുകൊണ്ട് കുറച്ച് ഇങ്ക് അതിൽ ബാലൻസ് ഉണ്ടാവും. അത് നിങ്ങൾ ഫസ്റ്റ് ഇൻസ്റ്റാളേഷൻ കഴിഞ്ഞതിന് ശേഷമോ അല്ലെങ്കിൽ ഒരാഴ്ച കഴിഞ്ഞതിന് ശേഷമോ ഇങ്ക് അതിലേക്ക് ഫില്ല് ചെയ്യുക. അപ്പം സിയാന് ഫില്ല് ചെയ്തു. നെക്സ്റ്റ് വരുന്നത് മജന്തയാണ്. മജന്തൻ്റെ ബോട്ടിലെടുത്തു. മജന്തൻ്റെ ബോട്ടിലിൻ്റെ ടോപ്പ് റിമൂവ് ചെയ്തതിന് ശേഷം ഞാൻ ടാങ്ക് ഓപ്പൺ ചെയ്യുകയാണ്. മജന്തൻ്റെ ഷോർട്ട് ഫോമായിട്ട് M എഴുതിയത് കാണാൻ കഴിയും. അപ്പോൾ M എന്നുള്ള ടാങ്ക് ഓപ്പൺ ചെയ്ത് ബോട്ടിൽ അതേപോലെ ജസ്റ്റ് ഒന്ന് ഇറക്കി വെച്ചു അതിലേക്ക്. അപ്പോൾ ഓട്ടോമാറ്റിക്കായിട്ട് ഫില്ലാവുന്നത് താഴെ കാണാൻ കഴിയും നമുക്ക്.
മജന്ത ഇങ്കും ഏകദേശം ഫില്ലായിട്ടുണ്ട്. അപ്പോൾ നമ്മൾ ആ ബോട്ടിൽ മാറ്റി വെച്ചു. അതിലും കുറച്ച് ബാലൻസ് ഉണ്ട്. അത് ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ഒരാഴ്ച കഴിഞ്ഞിട്ടോ അല്ലെങ്കിൽ ഇതിൻ്റെ ഇപ്പോൾ ഒരു ഫസ്റ്റ് ഇൻസ്റ്റാളേഷൻ ഉണ്ട്, അത് കഴിഞ്ഞിട്ടോ നിങ്ങൾക്ക് ഫില്ല് ചെയ്യാവുന്നതാണ്. നെക്സ്റ്റ് വരുന്നത് യെല്ലോ ഇങ്കാണ്. വൈൻ എഴുതി കണ്ടില്ലേ അവിടെ യെല്ലോ. അപ്പോൾ ബോട്ടിൽ ജസ്റ്റ് അതേപോലെ ഒന്ന് ജസ്റ്റ് ഒന്ന് ഇറക്കി വെച്ചു. അപ്പം ഇങ്ക് ഫില്ലാവുന്നുണ്ട്. പ്രത്യേകം ശ്രദ്ധിക്കുക, നമ്മൾ ഉപയോഗിക്കുന്ന സമയത്ത് 4 ടാങ്ക് ഒരേ സമയത്തല്ല എം ടി ആവുക. ആദ്യം ബ്ലാക്ക് പിന്നെ മറ്റ് കളറുകളൊക്കെ ആയിരിക്കും മിക്കവാറും എം ടി ആവുക. അപ്പം ഇങ്ക് വാങ്ങുന്ന സമയത്ത് പ്രത്യേകം ശ്രദ്ധിക്കുക, ഡ്യൂപ്ലിക്കേറ്റ് ഇങ്കോ അല്ലെങ്കിൽ കോപ്പി ഇങ്കോ അല്ലെങ്കിൽ നോൺ ജെന്യൂൻ ഇങ്കൊന്നും ഉപയോഗിക്കരുത്. ഒറിജിനൽ എപ്സൻ്റെ 003 സീരീസ് ഇങ്ക് തന്നെ ഉപയോഗിക്കണം. കഴിയുന്നതും ഓൺലൈനിൽ നിന്ന് ഇങ്ക് വാങ്ങാതിരിക്കാൻ ശ്രദ്ധിക്കുക. അപ്പോൾ യെല്ലോ ഇങ്ക് ഏകദേശം ഫില്ല് ചെയ്ത് കഴിഞ്ഞു. ഇനി നമുക്ക് ലാസ്റ്റത്തേതായ ബ്ലാക്ക് ഇങ്കാണ് ഫില്ല് ചെയ്യേണ്ടത്. അപ്പോൾ ബ്ലാക്ക് ഇങ്കിൻ്റെ ബോട്ടിൽ ഞാൻ ഓപ്പൺ ചെയ്യുകയാണ്. ടാങ്ക് യെല്ലോൻ്റെ ക്ലോസ് ചെയ്തു, ബ്ലാക്കിൻ്റെ ടാങ്ക് ഓപ്പൺ ചെയ്തു, എന്നിട്ട് ബോട്ടിൽ ജസ്റ്റ് ഇതിലേക്ക് ഇറക്കി വെച്ചു. യെസ്, അപ്പോൾ ഇങ്ക് ഫില്ലാവുന്നത് കാണാൻ നമുക്ക് ഒന്ന് വെയിറ്റ് ചെയ്യുക. അപ്പോൾ 4 ഇങ്ക് ഏകദേശം ഫില്ലായിട്ടുണ്ട്. അപ്പോൾ നമുക്ക് ആ ബോട്ടിൽ റിമൂവ് ചെയ്യാം. ഓക്കെ, റിമൂവ് ചെയ്തതിന് ശേഷം നമ്മൾ ടാങ്കിൻ്റെ ഡോറ് ക്ലോസ് ചെയ്യുന്നു. ഓക്കെ, ഇനി നെക്സ്റ്റ് സ്റ്റെപ്പ് പ്രിൻ്റർ പവർ ഓൺ ചെയ്യുക എന്നുള്ളതാണ്. പ്രത്യേകം ശ്രദ്ധിക്കുക, ഒരിക്കലും USB കേബിൾ കണക്ട് ചെയ്താണ്ട് പ്രിൻ്റ് കൊടുക്കരുത്. കാരണം ഇതിൻ്റെ ഒരു കുറച്ച് പ്രോസസ്സ് ചെയ്യാനുണ്ട്. അപ്പോൾ പ്രിൻ്ററിൻ്റെ ലെഫ്റ്റ് സൈഡിൽ ബാക്കിലായിട്ടാണ് പവർ കേബിൾ കണക്ട് ചെയ്യാനുള്ള പോർട്ട് വരുന്നത്. അത് കണക്ട് ചെയ്തതിന് ശേഷം പവർ ബട്ടൺ ജസ്റ്റ് ഒന്ന് പ്രസ് ചെയ്തു. അപ്പോൾ കുറച്ച് നേരം പ്രിൻ്റർ ഒരു ഇനീഷ്യലൈസേഷൻ ചെയ്യും, ഒരു ലോഡിങ് നടക്കുന്നുണ്ട്, അതൊന്ന് വെയിറ്റ് ചെയ്യണം. അതിന് ശേഷം നമുക്ക് ഇവിടെ ഒരു വാണിംഗ് ലൈറ്റ് ഓൺ ആവുന്നതാണ്. കുറച്ച് നേരം വെയിറ്റ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്കത് കാണാൻ സാധിക്കും. ഒന്ന് വെയിറ്റ് ചെയ്യാം. പ്രത്യേകം ശ്രദ്ധിക്കുക, ബാക്കപ്പ് ഉള്ള UPSലേക്കോ ഇൻവെർട്ടറിലേക്കാണ് ഈ പ്രിൻ്റർ കണക്ട് ചെയ്യേണ്ടത്. പവർ ഓഫ് ചെയ്യുന്നത് പ്രിൻ്ററിൻ്റെ പവർ ബട്ടൺ പ്രസ് ചെയ്തിട്ട് തന്നെ ആവണം. ഓട്ടോമാറ്റിക് ഓഫ് ആവാൻ പാടില്ല. ആ കാര്യം പ്രത്യേകം ശ്രദ്ധിക്കണം. അങ്ങനെ ഓഫ് ആവുകയാണെങ്കിൽ പ്രിൻ്ററിന് കംപ്ലൈൻറ്റ് ആവുന്നതാണ്. യെസ്, ഇവിടെ ഒരു ഓറഞ്ച് ലൈറ്റ് ഓൺ ആയിരിക്കുന്നത് കണ്ടില്ലേ. ഓക്കെ, ഇനി ചെയ്യേണ്ടത് നമ്മൾ അതിൻ്റെ അടുത്ത് കാണുന്ന ഈ ത്രികോണത്തിലെ ട്രയാങ്കിൾ ഷേപ്പുള്ള ബട്ടൺ ജസ്റ്റ് ഒരു 5 സെക്കൻഡ് അല്ലെങ്കിൽ 5 സെക്കൻഡ് ഹോൾഡ് ചെയ്ത് വെക്കുക. അപ്പോൾ ആ ലൈറ്റ് ഓഫ് ആയിക്കാണ്ട് പവർ ലൈറ്റ് ഓൺ ആവും. പവർ ലൈറ്റ് ഓഫായി ഈ ലൈറ്റ് ഓൺ ആവും. ഇതിങ്ങനെ മാറി മാറി കത്തുന്ന ഒരു പ്രോസസ്സ് ഉണ്ടാവും. ഏകദേശം 9 മിനിറ്റ് ആ പ്രോസസ്സ് ഉണ്ടാവും. 9 മിനിറ്റ് ആ പ്രോസസ്സ് കഴിഞ്ഞ് കഴിഞ്ഞാൽ ഇതേപോലെ പവർ ലൈറ്റ് സ്റ്റഡി ആയിട്ട് നിൽക്കും. കണ്ടില്ല, ഇപ്പോൾ മറ്റേ ഓറഞ്ച് ലൈറ്റ് കത്തുന്നില്ല, പവർ ലൈറ്റ് സ്റ്റഡി ആയിട്ടാണ് നിൽക്കുന്നത്. ഇതിൻ്റെ അർത്ഥം നമ്മൾ ഫസ്റ്റ് ഇൻസ്റ്റാളേഷൻ പ്രോസസ്സ് കംപ്ലീറ്റ് ആയി എന്നുള്ളതാണ്. അതായത് നമുക്കിനി പ്രിൻറ്റ് ചെയ്യാം, ഫോട്ടോസ്റ്റാറ്റ് എടുക്കാം, സ്കാൻ ചെയ്യാം. ഇതിനെല്ലാം ഈ പ്രോസസ്സിനെല്ലാം പ്രിൻ്റർ ഇപ്പോൾ റെഡി ആയി എന്നുള്ളതാണ് സൂചിപ്പിക്കുന്നത്. അപ്പോൾ ഞാൻ കുറച്ച് പേപ്പർ പ്രിൻ്ററിൻ്റെ ബാക്ക് സൈഡ് റിയർ ട്രേ ആണ് വരുന്നത്, ബാക്ക് സൈഡിലാണ് ട്രേ വരുന്നത്. അവിടെ ഞാൻ കുറച്ച് പേപ്പർ വെച്ചു. എന്നിട്ട് ഇവിടെയാണ് പ്രിൻ്റ് ചെയ്താണ് പുറത്തോട്ട് വരുന്ന ഭാഗം. ഇത് സ്കാനർ യൂണിറ്റ് ആണ് വരുന്നത്. ഇവിടെ ഞാൻ ജസ്റ്റ് ഒരു സാമ്പിളിനൊരു ഡോക്യുമെൻറ്റ് വെച്ചു. ഇവിടെ ഒരു ആരോ മാർക്ക് കാണാം, ആ സൈഡിൽ അടുപ്പിച്ചാണ് വെക്കേണ്ടത് ഡോക്യുമെൻറ്റ്. പ്രിൻ്ററിൻ്റെ അവിടെ ഫോട്ടോസ്റ്റാറ്റിൻ്റെ ഉള്ള ബട്ടനാണ് 2 ബട്ടൺ കൊടുത്തിട്ടുള്ളത്. അതിൽ ബ്ലാക്ക് ആൻഡ് വൈറ്റ് ഫോട്ടോസ്റ്റാറ്റ്, കളർ ബട്ടൺ കൊടുത്തിട്ടുള്ളത് കളർ ഫോട്ടോസ്റ്റാറ്റാണ്. അപ്പോൾ ഞാൻ ബ്ലാക്ക് ആൻഡ് വൈറ്റ് ഫോട്ടോസ്റ്റാറ്റ് കൊടുത്തു. പ്രിൻ്റ് ചെയ്ത് പുറത്തോട്ട് വന്നു. യെസ്, അതിൽ പ്രിൻ്റ് ഔട്ട് ഉണ്ട്. അപ്പോൾ നമ്മൾ ചെയ്ത പ്രോസസ്സ് കംപ്ലീറ്റ് ആണ് എന്ന അർത്ഥം. ഇനി ഞാൻ കമ്പ്യൂട്ടറിൽ കണക്ട് ചെയ്ത് ജസ്റ്റ് ഡിവൈസ് പ്രിൻറ്റേഴ്സിൽ പോയി പ്രിൻ്റ് ടെസ്റ്റ് പേജ് കൊടുത്ത് നോക്കാം. കമ്പ്യൂട്ടറും പ്രിൻ്ററും തമ്മിൽ കമ്മ്യൂണിക്കേഷൻ ഓക്കെ ആണോ എന്നറിയണ്ടേ. അപ്പോൾ അതിന് വേണ്ടി ഞാൻ പ്രിൻ്റ് ടെസ്റ്റ് പേജ് എന്ന് കൊടുത്തു. ഓക്കെ, അപ്പോൾ പേപ്പർ പിക്ക് ചെയ്തിട്ടുണ്ട്, പ്രിൻറ്റിങ് നടന്നുകൊണ്ടിരിക്കുന്നു. യെസ്, അപ്പോൾ പ്രിൻ്റ് ടെസ്റ്റ് പേജും വന്നിട്ടുണ്ട്. അപ്പോൾ നമ്മൾ ചെയ്ത പ്രോസസ്സ് കംപ്ലീറ്റഡ് ആണ് എന്നാണ് അർത്ഥം. കണ്ടില്ലേ, അതിൽ പ്രിൻ്റ് ഔട്ട് വന്നിട്ടുണ്ട്. ഇനി നെക്സ്റ്റ് വന്ന് നമുക്ക് ജസ്റ്റ് ഒന്ന് സ്കാൻ ചെയ്ത് നോക്കാം. അതിന് ഞാൻ സ്കാനർ സോഫ്റ്റ്വെയർ ഇൻസ്റ്റാൾ ചെയ്തിട്ടുണ്ട്. അതെങ്ങനെ ഇൻസ്റ്റാൾ ചെയ്യുന്നത് എന്നുള്ള ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കാം. എപ്സൻ്റെ ഫോൾഡർ പോയി എപ്സൺ സ്കാൻ 2 എന്ന ആപ്ലിക്കേഷനാണ് സ്കാനിങ്ങിന് ഉപയോഗിക്കുന്നത്. ഞാൻ ജസ്റ്റ് ഷോർട്ട് കട്ടായിട്ട് ഡെസ്ക്ടോപ്പിലേക്ക് ഇട്ടു. യെസ്, എന്നിട്ട് അത് ഓപ്പൺ ചെയ്തു. എന്നിട്ട് ഞാൻ താഴെ ജസ്റ്റ് പ്രിവ്യൂ അല്ലെങ്കിൽ സ്കാനിങ് ജസ്റ്റ് കൊടുത്തു. അപ്പോൾ സ്കാനിങ് നടന്നുകൊണ്ടിരിക്കുന്നുണ്ട്. യെസ്, ഒന്ന് വെയിറ്റ് ചെയ്യണം. പ്രിവ്യൂ ആണ് ഞാൻ കൊടുത്തത്. അപ്പോൾ നമുക്കിവിടെ പ്രിവ്യൂ നമ്മൾ വെച്ച ഡോക്യുമെൻറ്റ് ഇവിടെ കാണാൻ കഴിയും. യെസ്, അപ്പോൾ നമ്മൾ ചെയ്ത വർക്കെല്ലാം കംപ്ലീറ്റഡ് ആണ്. താങ്ക്സ് ഫോർ വാച്ചിങ് മൈ വീഡിയോ. വീഡിയോ ഇഷ്ടമെന്ന് വിചാരിക്കുന്നു. സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക, ഷെയർ ചെയ്യുക. ഓക്കെ, ബൈ.